നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി. ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ നമുക്ക് വിദഗ്ധമായിട്ട് ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യാം. നിഫ്റ്റിയിലും ഇന്നത്തെ ഒരു മൊമെൻറ്റം ശ്രദ്ധിക്കുക. ഇന്നത്തെ ഒരു മൊമെൻ്റ് ആയാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ശ്രദ്ധിക്കാം. ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇന്നലെ നൽകിയിരിക്കുന്ന ഒരു പ്ലാനും ഇന്നലത്തെ വീഡിയോ ജസ്റ്റ് കണ്ടവരാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി കണ്ടു നോക്കിയാൽ എക്സാക്റ്റ് ആയിട്ട് പറയുന്ന ഒരു പ്ലാൻ വർക്ക് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എപ്പോഴും ജസ്റ്റ് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ നമ്മളൊരു പ്ലാൻ പറയുമ്പോൾ അതിലൊരുപാട് സമയം വർക്കൗട്ട് ചെയ്തിട്ടാണ് ആ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത്. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ വീഡിയോസിൽ പറഞ്ഞിരുന്നത്, നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 22,210 ഒരു മുകളിലാണെങ്കിൽ തുടക്കത്തിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ, ഇതിന്റെ മുകളിൽ കയറി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ 22,200 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. നമുക്ക് നിഫ്റ്റിയിലായാലും തുടക്കത്തിൽ രാവിലത്തെ ഒരു സെക്ഷനിൽ നല്ലൊരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിൽ കിട്ടിയിരുന്നു. 22,167 വരെ നിഫ്റ്റിയുടെ ലോ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ നിഫ്റ്റിനെയും മാനേജ് ചെയ്യുമ്പോൾ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. അതായത് ഇതിന്റെ ഒരു മുകളിലേക്ക് 22,210 ഒരു മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താലും ആ ക്യാനിൽ തന്നെ സെയിം ക്യാനിൽ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഇതേ രീതിയിൽ സജഷൻ നടത്തുന്നത് എന്തുകൊണ്ടാണെങ്കിൽ നിഫ്റ്റിയിലായാലും ആ ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ടിനൊക്കെ ഓരോ സാധ്യതകൾ വരുമ്പോഴാണ് നമ്മൾ ഇതേ രീതിയിൽ എപ്പോഴും സജഷൻ നടത്തുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇതൊരു സൈക്കോളജിക്കൽ ലെവലാണ്. 22,200 താഴത്തേക്ക് ജസ്റ്റ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ തന്നെ ഇവിടെ സെല്ല് ആക്റ്റീവ് ആകും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യേണ്ട രീതി കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസിൽ വിശദമായിട്ട് പറഞ്ഞത്. മാത്രമല്ല മാർക്കറ്റ് ഈ ഒരു മൊമെന്റം 22,200 മുകളിലേക്ക് ഈ ഒരു മൊമെന്റം മുകളിലേക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ ആ ഒരു സമയത്ത് യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. യൂട്യൂബിലായാലും നമ്മൾ ജസ്റ്റ് ഇതൊരു ട്രാപ്പാണ്, ഇതൊരു ട്രാപ്പ് സോണാണ് നമ്മൾ എക്സാക്റ്റ് ആയിട്ട്, അതായത് മാർക്കറ്റിന്റെ ഒരു ഫാള് വരുന്നതിനെക്കാട്ടി മുൻപ് തന്നെ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഇവിടെ ഒരു പ്രഡിക്ഷൻ നടത്തിയിരുന്നു, വരാൻ പോകുന്ന ഒരു ട്രാപ്പാണ്. അപ്പോൾ എപ്പോഴും മാർക്കറ്റിൽ ഒരു ട്രാപ്പൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് മാർക്കറ്റിൽ അതൊരു ഇൻഡ്യൂഷനാണ്. അത് മാർക്കറ്റിൽ കുറെ നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നത്. പെട്ടെന്നൊരു മാർക്കറ്റ് സിറ്റുവേഷൻ കാണുമ്പോൾ അത് പെട്ടെന്ന് കിട്ടണമെന്നില്ല. മാർക്കറ്റിലായാലും സ്ഥിരം വർക്കൗട്ട് ചെയ്തിരിക്കുന്നവർക്കായാലും നിങ്ങൾക്കായാലും ചില മാർക്കറ്റ് സിറ്റുവേഷനിൽ ഇതേപോലെ ഇൻഡ്യൂഷൻ കിട്ടും. അതായത് മാർക്കറ്റ് ഇതൊരു ട്രാപ്പാണ്, ഈ ഒരു മൂവ്മെന്റ് ട്രാപ്പാണ്, ഫാൾസ് ബ്രേക്ക്ഔട്ട് വരാൻ ആയിട്ടൊരു സാധ്യതയുണ്ട്. അപ്പൊ ഇതൊരു മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ ട്രേഡിംഗ് പ്ലാൻ ഇവിടെ തൊട്ടടുത്തൊരു ട്രേഡിംഗ്, കാരണം നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ സപ്പോർട്ടുകളുണ്ട്. പക്ഷെ അവിടെ ബേസ് ചെയ്തിട്ടൊന്നല്ല നമ്മളിവിടെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞത്. 22,200 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഉടനെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി. അതേപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും. ബാങ്ക് നിഫ്റ്റി ഒരു ടാപ്പ് പോലെ മുകളിലേക്ക് ബൗൺസ് ചെയ്തിട്ടാണ്. കാരണം ഈ ഒരു രീതിയിൽ നമ്മളത് ബാങ്ക് നിഫ്റ്റിയുടെ കേസിലും പറഞ്ഞിരുന്നു. 46,700 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി, ഈ ബ്രേക്ക് ചെയ്ത സെയിം ക്യാനിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട്, ഇങ്ങനെ തന്നെയാണ് നമ്മളിത് പറഞ്ഞത്. ബ്രേക്ക് ചെയ്ത ക്യാനിൽ സെയിം സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇതിന്റെ താഴ്ന്ന നിർത്തി കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ഇപ്പോൾ മാർക്കറ്റിൽ നൽകുന്ന, ഇപ്പോൾ മാർക്കറ്റിൽ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചടിച്ച് നോക്കി കാണാതെ കൃത്യമായിട്ട് പറയുന്ന ഒരു പ്ലാനുകൾ ശ്രദ്ധിക്കുക. ഓരോ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് ആണ് ഓരോ പ്ലാനുകൾ ഉണ്ടാക്കുന്നത്. ഓരോ മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ മാർക്കറ്റ് ഒരു ഹൈലി വോളറ്റൈൽ ആണ്. മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം റിവേഴ്സലാണ് ഇപ്പോൾ മാർക്കറ്റിൽ സംഭവിച്ചത്. അതായത് 22,210 ഒരു താഴത്തേക്ക് നിഫ്റ്റി ഒരു ക്ലോസിംഗ് നിലനിർത്തിയ നമ്മൾ ഇന്നലെ തന്നെ സൂചിപ്പിച്ചായിരുന്നു. ഇവിടെ ഈ ഒരു ഫാൾ ആക്റ്റീവ് ആയതിനു ശേഷം ശ്രദ്ധിക്കുക, ഈ ഒരു ഫാൾ ആക്റ്റീവ് ആയതിനു ശേഷം ഇന്നലെ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ്, അതായത് ഇന്നലെ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് 22,090, ഇതിന് മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തോ നോക്കുക. ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം സെല്ല് തന്നെയാണ്. അതായത് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് നിഫ്റ്റിക്ക് കയറാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നിഫ്റ്റി വീക്ക്നെസ് ആണ്, പ്രോഫിറ്റ് ബുക്കിന് തന്നെയാണ് സാധ്യത. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസമല്ല, അതിന് മുന്നത്തെ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട്, ലോവർ ലെവൽ സപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ് ബൗൺസ് ചെയ്തത്. പക്ഷെ ഇത് അടുത്ത റെസിസ്റ്റൻസ് വരെയാണ് മുകളിലോട്ട് പോയിരുന്നത്. അതിനുശേഷം വീണ്ടും സെല്ല് തന്നെയാണ് ആക്റ്റീവ് ആയിരുന്നത്.
അപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമ്മളത് പറഞ്ഞു. ഇനി ലോവർ ലെവലിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയിൽ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലുകളില്ല. നമ്മൾ മുൻപത്തെ ഒരു വലിയൊരു മൊമെന്റ് മുകളിലേക്ക് പോയിട്ട് താഴത്തേക്ക് വന്നപ്പോൾ നമ്മളത് സൂചിപ്പിച്ചായിരുന്നു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലിൻ്റെ അടുത്ത് നിന്ന് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാൻ. ഇനി ഞാൻ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുന്ന രീതിയിലല്ല എപ്പോഴും പ്ലാനുകൾ വരുന്നത്. പക്ഷെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലിൽ എത്തുന്ന ഒരു സമയത്ത് ബൈക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകും. ഇനി നമുക്ക് സെൽ ഓൺ എവരി റൈസ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എവരി റൈസിൽ ഷോർട്ട്സ്, അതായത് റൈറ്റ് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതാണ് എപ്പോഴും സ്ട്രാറ്റജി. പ്രത്യേകം ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോഴല്ല, ഇൻട്രാഡേയിൽ കൃത്യമായിട്ടുള്ള ഒരു ലെവലുകൾ നോക്കിയിട്ടാണ് ആ ഒരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി. മാർക്കറ്റ് വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ബൗൺസ് നടത്തിയേക്കും. പക്ഷെ അത് താൽക്കാലികമായിട്ടുള്ള ഒരു ബൗൺസ് ആയിരിക്കും. നിലനിൽക്കാനുള്ള ഒരു സാധ്യത കുറവായിരിക്കും. കാരണം ഇത് കുറച്ചൊരു വീക്ക്നെസ് ആയിട്ടുണ്ട് നിഫ്റ്റി ആയാലും. ഇനിയൊരു 400-500 പോയിന്റിന്റെ താഴത്തേക്ക് നിഫ്റ്റി വീണ്ടും ഫാളിനുള്ള ഒരു സാധ്യത. ഇനി കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് വരുന്നത് 21,800 അടുത്താണ്. കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് വരുന്നത്. ആ ഒരു സപ്പോർട്ടിൽ നിന്ന് ചിലപ്പോൾ ഒരു ബൗൺസ് കിട്ടിയേക്കാം. അതിനുശേഷം അത് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതിനുശേഷം ആയാലും 21,500 അടുത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ വരുന്നത്. വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് നമ്മളൊരു ബൗൺസ് എക്സ്പെക്ട് ചെയ്യണം. പക്ഷെ നമുക്ക് നല്ല ബൈ ഓപ്പർച്യൂണിറ്റി എപ്പോഴും, വീണ്ടും പറയുന്നു, ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ലെവലിൻ്റെ അടുത്ത് നിന്നാണ് എപ്പോഴും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞു, ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനാണ്. അപ്പോൾ നിഫ്റ്റി ഒരു ഹൈലി ഒരു പോസിറ്റീവ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഹോൾഡ് ചെയ്യരുത്. കാരണം മാർക്കറ്റിൽ ഒരു ട്രാപ്പാണ് അത്. ഒരുപാട് സ്റ്റോക്കുകൾ നോക്കിയിട്ട് മേജർ ആയിട്ടുള്ള സ്റ്റോക്കുകളൊന്നും മാർക്കറ്റിൽ ബൈയിലേക്ക് കടന്നിട്ടില്ല. ആ ഒരു ഇതിലാണ് പറഞ്ഞത് ഇതൊരു ട്രാപ്പിനാണ്. മാർക്കറ്റിൽ അത് സാധ്യത സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു സാധ്യത കുറവായിരിക്കും. അപ്പോൾ വരും ദിവസങ്ങളിൽ നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, നമുക്ക് ഈ ഒരു പ്ലാൻ നമുക്ക് നോക്കാം. നിഫ്റ്റിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്താലാണ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ട്രെൻഡ് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നിഫ്റ്റിയിലും ശ്രദ്ധിക്കുക, നിഫ്റ്റിയിലും വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടിയാലും നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ടത് റെസിസ്റ്റൻസിന്റെ അടുത്താണോ നോക്കുക. ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ വന്നാലും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ വന്നാലും എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. 22,035 രൂപ മുകളിലാണെങ്കിൽ 22,035 വേറൊരു ലെവലാണ്. 35 രൂപ മുകളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം. ഷോർട്ട്സ് ഒരു ഓപ്പർച്യൂണിറ്റി 35 ഒരു താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇതിന്റെ താഴെ ഒരു ചെറിയ ടൈം ഫ്രെയിമിലോ വലിയ ടൈം ഫ്രെയിമിലോ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ചിലപ്പോൾ ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ബൈ മൊമെന്റം. തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഉണ്ട്, 22,990 റെസിസ്റ്റൻസ് ആണ് വരുന്നത്. അതിനുശേഷമായാലും 22,160 അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസുകളുണ്ട്. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഇതിന്റെ ഒരു താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. റെസിസ്റ്റൻസിന്റെ താഴെ എപ്പോഴും ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ചെറിയ ടൈം ഫ്രെയിമിലോ വലിയ ടൈം ഫ്രെയിമിലോ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ നിഫ്റ്റിയിൽ ക്ലോസ് ഇവിടെ കാണിക്കുന്നത് 21,926 ആണ്. മിസ്റ്റേക്ക് ഉണ്ട്, 21,950 മുകളിലാണ്. 951 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഇൻ കേസ് ഒരു 40-50 പോയിന്റ് താഴെയാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം, സപ്പോർട്ടാണ്. സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. 905 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഒരു 60 പോയിന്റ് താഴെയാണെങ്കിൽ നിഫ്റ്റി ഒരു സപ്പോർട്ടിനൊരു താഴെയായിരിക്കും. അപ്പോൾ 905 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ ബ്രേക്ക് ചെയ്യണം. നിങ്ങൾ ഒരു 1 മിനിറ്റ് ആണോ 5 മിനിറ്റ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 855 സപ്പോർട്ടാണ്. 855 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 905 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഈ ലോവർ ലെവൽ സപ്പോർട്ട്, അതായത് 21,810 ഒക്കെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. ആ ഒരു ലെവലിൽ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാതിരിക്കാം. 810 കഴിഞ്ഞാൽ പിന്നെ നിഫ്റ്റിയിലായാലും 700 അടുത്താണ് സപ്പോർട്ട്, പിന്നെ 500 അടുത്താണ് ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു റേഞ്ചിലായാലും 22,035 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി ഇവിടുന്ന് കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. വീണ്ടും ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസിന്റെ ഒരു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. നിഫ്റ്റിക്കായാലും വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ബൗൺസ് മുകളിലേക്ക് നടത്തിയേക്കാം. അതിനുശേഷമായിരിക്കും ആ ഒരു ഫാള് വരുന്നത്. അപ്പോൾ നിഫ്റ്റി ഒരു സെൽ ട്രെൻഡിലേക്ക് കടന്നെങ്കിലും ഒരു ബൗൺസ് നിഫ്റ്റിയിലായാലും
അത് സാധ്യതയുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്താൽ മാത്രമാണ് അത് കൃത്യമായിട്ട് അത് ബൗൺസ് ഉണ്ടെങ്കിൽ അത് നമുക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇൻ കേസ് ബയർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രമിക്കുക. അടുത്ത റെസിസ്റ്റൻസ് എത്തുമ്പോൾ ക്വിക്കായിട്ട് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രമിക്കുക. നിഫ്റ്റിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് ഷോർട്ട് സെല്ലിന് ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇന്നത്തെ ഒരു മൊമെന്റം ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയിലും അവസാനത്തെ ഒരു സെക്ഷൻ ബാങ്ക് നിഫ്റ്റിയിലും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് നമ്മളിത് പറഞ്ഞായിരുന്നു. ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തു. അതായത് 46,400 330 അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നോക്കുക. 46,330 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. കാരണം ഇതിന്റെ ഒരു താഴത്തേക്ക് ഫാൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീക്ക്നെസ് ആണ്. കാരണം ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. അപ്പൊ എപ്പോഴും പറയുന്ന ഒരു സപ്പോർട്ട് ലെവലിൽ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തൊരു ന്യൂസ് ഉണ്ടെങ്കിലും എന്തൊരു കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിംഗ് അതനുസരിച്ചാണ് മാർക്കറ്റിന്റെ ഒരു വലിയൊരു മൊമെന്റ് ഒക്കെ മാർക്കറ്റിൽ വരുന്നത്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലായാലും നമുക്ക് വരും ദിവസങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ലോവർ ലെവല് സപ്പോർട്ട് ലോവർ ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് വരുന്നത്. ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് വരുന്നത് 45,45600 അടുത്താണ്. 45,600 ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ആണ്. ഈ ഒരു ഏരിയ എത്തുന്ന ഒരു സമയത്ത് അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഈ ഏരിയ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ കിട്ടിയാലും നല്ല ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. 920 ബ്രേക്ക് ചെയ്താലാണ് കൂടുതൽ വീക്ക്നെസ്. അപ്പോൾ 920 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിങ് ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. 790 സപ്പോർട്ടാണ്. വീണ്ടും ബൈക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലും തൊട്ടടുത്ത റെസിസ്റ്റൻസ് ലെവലാണ് 46,385 റെസിസ്റ്റൻസ് കാണുന്നത്. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. 525 വരെ മുകളിലേക്ക് സാധ്യതയുണ്ട്. ഇതിന്റെ ഒരു താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ വീക്ക്നെസ് ആണ്. ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഒരു ട്രെൻഡ് സെൽ ട്രെൻഡിലായാലും റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണോ സപ്പോർട്ടിലാണോ അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്താലാണ് എക്സാക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ട്രേഡുകൾ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആയാലും തൊട്ടടുത്ത റെസിസ്റ്റൻസുകൾ കാണുന്നുണ്ട്, സപ്പോർട്ടുകളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും ദിവസങ്ങളിൽ ഒരു സേഫ് ആകുമെന്നാണ് തോന്നുന്നത്. ലോവർ ലെവലിലേക്ക് വന്നാലും ഈ ഒരു ലെവലിലൊക്കെ ക്വിക്ക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹയർ ലെവലിൽ നിന്നുള്ളൊരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് കാണുന്നത്. അപ്പോൾ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്ര ലെവൽ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ടണൽ നിലക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.